എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പുതിയ സൈസ് മുട്ട പൊരിച്ചാൽ എന്തുണ്ട്. ഇപ്പം ഇവിടെ ഈ വെളിയിൽ പണി നടക്കുന്നതാ, ഇവിടെ സൗണ്ട് കേൾക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരു അസൗകര്യമാണെന്ന് തോന്നുന്നു, എങ്കിലും ഞാൻ എടുക്കുക. പിന്നെ അപ്പോൾ അതിന് ഞാനൊരു 6 കാടമുട്ട പൊട്ടിച്ചൊഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയത് ഇത് നമ്മുടെ നൂഡിൽസിൻ്റെ സോസ്, പിന്നെ ഇത് ടൊമാറ്റോറിൻ്റെ, ഇത് നമ്മുടെ പിന്നെ ഇത് മയോണീസ്, ഇത് ഇതിൻ്റെ പിസ്സയുടെ സോസ്. ഇത്രയാണ് ഞാൻ ഇതിന് ഒഴിക്കുന്നത്. അപ്പം ഒരു തവണ ഞാനിങ്ങനെ ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു നല്ല രുചി മുട്ടയ്ക്ക് നമ്മുടെ ഒരു സാധനമില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാവുന്നു. ഇപ്പം ഞാൻ അതിലെല്ലാം ഇച്ചിരി ഇതിനകത്ത് ഒഴിക്കുക. ഇതിപ്പം ഒന്നുമില്ലെങ്കിലും ടൊമാറ്റോസ് ഇത് നമ്മുടെ കെച്ചപ്പായാലും മതി, വേറെ ഒന്നും വേണമെന്നില്ല. കെച്ചപ്പ് ഒഴിച്ചാലും മതി. പിന്നെ മയോണീസ് ഒഴിച്ചാൽ ഇച്ചിരി നല്ലതാണ്. എന്നിട്ട് അത് ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളിയായിട്ടിരിക്കും. ഞാനിച്ചിരി ഉണ്ടാക്കിയിട്ടാണ്. അപ്പം നമ്മൾ മുളക് പുളി അതൊന്നും നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് ചേർക്കുന്നത് അതൊന്നും വേണ്ട. പിന്നെ ഒരു ശകലം ഉപ്പ്. ഞാനൊരു പാന് അടുപ്പിൽ വെച്ച് ചൂടായി അതിലേക്കുണ്ട്. അപ്പം നമുക്കിതൊന്ന് ശരിക്കൊന്ന് കലക്കാം. ഇത് ഞാൻ ഡൽഹിയിലായതുകൊണ്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുവേ. ഇവിടെയൊക്കെ എല്ലാം ഇങ്ങനെ കടകളിലൊക്കെ ഉണ്ടാക്കി ഞാൻ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടിരുന്നത് കൊണ്ട്. അപ്പോൾ നമുക്ക് ഈ മുട്ടയെല്ലാം ഒന്ന് ഞാനൊന്ന് കലക്കി നല്ലതായിട്ട് വെച്ച് ഇനി നമുക്ക് ഈ ചീനിച്ചട്ടിയിലോട്ടൊന്ന് ഒഴിക്കാം. ഞാനൊരു പാനാണ് വെച്ചേക്കുന്നത്, അതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഞാൻ തന്നെ ക്യാമറയും എല്ലാം എടുക്കുന്നത്, അതുകൊണ്ട് കാണാമെന്ന്. അപ്പം നമുക്ക് അതൊന്ന് വേവുന്നിടം വരെ നമുക്കൊരു ഇത് വെച്ചൊന്ന് അടച്ച് വെക്കാം. പാത്രം വെച്ചൊന്ന് അടച്ചു 5 മിനിറ്റ് ഇരിക്കും. നമുക്ക് അതൊന്ന് എടുത്തിട്ട് അതൊന്ന് തിരിച്ചിടാം. നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കറുത്തിരിക്കുന്നതെന്ന്, അത് നമ്മളാ ഒഴിച്ചില്ലേ അല്ല, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്, കറുത്തിരിക്കുന്നത്. നമ്മളെ എല്ലാ സോസും ഇല്ലേ ഒഴിച്ച്, അത് നമുക്കൊന്നുകൂടെ തിരിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും. ഓക്കേ.